അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് സുബഹിന് പള്ളിയിൽ നിന്ന് കേട്ട ആ ഒരു മനോഹരമായ ബാങ്കുലി ജസീന അത് ശരിക്കും ശ്രദ്ധിച്ചു. അതുറപ്പായി ഏറെക്കുറെ ഞാൻ എവിടെയോ കേട്ടുമറന്ന ആ ഒരു ശബ്ദം, ഇന്നലെ ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ, അത് ശരിക്കും യാഥാർത്ഥ്യമാണ്. അതെ, അത് ഞാൻ സ്നേഹിച്ചിരുന്ന എൻ്റെ ഷെഫീഖ് ഉസ്താദിൻ്റെ സൗണ്ടാണ് ആ കേൾക്കുന്നത്. വ്യാഴാഴ്ച ദിവസം സ്വന്തം വീട്ടിലേക്ക് വരുമത്രേ. പിന്നെ അന്ന് ആ പള്ളിയിൽ ബാങ്ക് കൊടുക്കും. പിന്നെ പിറ്റേന്ന് രാവിലെ സുബഹം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലത്തേക്ക് പുറപ്പെടും. അതെ, എൻ്റെ സ്വന്തം നാട്ടിലേക്ക്. അദ്ദേഹത്തോട് ഒന്ന് പറഞ്ഞാൽ, അദ്ദേഹം എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് അങ്ങനെ പോകുന്നത് ശരിയല്ല. കാരണം ഞാൻ ചതിയത്തിയാണ്, ഞാൻ വഞ്ചകിയാണ്. അദ്ദേഹം എന്നെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് തന്നിട്ടും എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചിട്ടും ആദ്യമൊക്കെ ഞാൻ യെസ് പറഞ്ഞെങ്കിലും പക്ഷെ പിന്നീട് ചുള്ളൻ ചെക്കനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സങ്ങ് മാറി. ഞാൻ കരുതി ഉസ്താദിൻ്റെ കൂടെയുള്ള ജീവിതം അത് നടക്കില്ല. എന്തിന്? ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് നല്ല ഹാപ്പിയായി സന്തോഷത്തോടു കൂടി ജീവിച്ചൂടെ? ഈ ഉസ്താദുമാരൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കേസല്ല. അതൊക്കെ ഒരു സുഖമില്ലാത്ത ജീവിതമായിരിക്കും. അങ്ങനെയെല്ലാം പറഞ്ഞ് ഞാൻ തന്നെ അതിൽ നിന്ന് ഒഴിവാവുകയായിരുന്നു. പലതവണ അവൻ എൻ്റെ പിന്നാലെ വന്ന് പലതും ചോദിച്ചു നോക്കി. പക്ഷേ എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. കാണാൻ സുന്ദരനാണ് ഷെഫീഖ് ഉസ്താദ്, എങ്കിലും എനിക്ക് പിന്നീട് അങ്ങോട്ട് അവനെ കാണുന്നത് വളരെയധികം ദേഷ്യമായി തുടങ്ങി. അവസാനമായി അവൾ പറഞ്ഞു, ദേ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കണ്ട കേട്ടോ, എനിക്കൊട്ടും സമ്മതമല്ല നിങ്ങളുടെ കൂടെയുള്ള ജീവിതത്തിന്. ജസീന പ്ലീസ്, നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ? ഞാൻ എൻ്റെ വീട്ടിൽ വരെ പറഞ്ഞല്ലോ മോളെ. പ്ലീസ് എന്നെ നിങ്ങൾ ശല്യപ്പെടുത്തരുത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഉസ്താദുമാരെന്നുള്ള പറയുന്നത് എനിക്ക് ദേഷ്യമാണ്. എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടപ്പെട്ട ചെക്കനെ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. രാജേഷിൻ്റെ കൂടെയുള്ള ആ ഒരു നടത്തം, ആ ഒരു സംസാരം അതൊരിക്കൽ ഷെഫീഖ് ഉസ്താദ് കാണാനിടയായി. എങ്ങനെയെങ്കിലും എൻ്റെ പെണ്ണിനെ അതിൽ നിന്ന് രക്ഷിക്കണം എന്ന് കരുതി അവൻ ഒരിക്കൽ അവൾ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ പാതി വഴിയിൽ നിൽക്കുന്നു. ജസീന, പിന്നെയും വന്നോ എന്നെ ശല്യപ്പെടുത്താൻ? മോളെ, ഞാൻ ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്താൻ വന്നതല്ല. ഒരിക്കലും ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും ആ ആഗ്രഹമൊക്കെ ഞാൻ പതുക്കെ മാറ്റി വെച്ചോളാം. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നിൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങളുടെ ഒരു പ്രസംഗം. അല്ലെങ്കിൽ ഉസ്താദുമാർക്ക് കുറച്ച് പ്രസംഗം കൂടുതലാണ്. ജസീന, ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ കാര്യം പറയാം. എൻ്റെ വാക്ക് നീ തള്ളിക്കളയാണെങ്കിൽ തള്ളിക്കളഞ്ഞോ. പക്ഷേ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഞാനത് മാറ്റി വെക്കണം നിനക്ക് വേണ്ടിയിട്ട്. നീ നിനക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോയിക്കോ. പക്ഷേ ഈ ഒരു വാക്ക് നീ ഒന്ന് കേൾക്കണം. എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞ് ഒഴിവാക്കി തരുമോ? എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ധൃതിയിൽ മുന്നോട്ട് പോയി. ഒരിക്കൽ അവൾ മെസ്സേജ് അയച്ചിരുന്ന ആ ഒരു ഫോൺ, അവളായിട്ട് തന്നെ എന്നോട് മെസ്സേജ് അയച്ചത്, എന്നോട് സംസാരിച്ചതൊക്കെ അത് കുറച്ച് മുമ്പായിരുന്നു, 2-3 മാസം മുമ്പ്. പക്ഷേ ആ ഒരു ചാറ്റിംഗ്, ആ ഒരു നമ്പർ ഉസ്താദ് കളഞ്ഞിട്ടില്ലായിരുന്നു. അവൾ പറഞ്ഞ ഓരോ വാക്കുകളും, ഉസ്താദേ നിങ്ങളെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, ഉസ്താദ് എന്നെ കല്യാണം കഴിക്കുമോ? അവളുടെ ആ ഒരു ചോദ്യത്തിൽ അന്ന് മുതലാണ് അവൻക്ക് അവളോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയതും. പിന്നീട് രാജേഷുമായുള്ള ആ ഒരു ബന്ധം അതറിഞ്ഞപ്പോൾ അവനാകെ വിഷമിച്ചു പോയി. അങ്ങനെ അന്ന് കോളേജ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ഒരു കാര്യം പറയുവാൻ വേണ്ടി നിന്നത്. പക്ഷേ അവൾ തൻ്റെ വാക്കുകൾ വകവെക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഒന്ന് കേൾക്കാൻ പോലും അവൾ മനസ്സ് കാണിച്ചില്ല. അന്ന് റൂമിൽ നിന്ന് ഉസ്താദ് ആ ഫോൺ എടുത്തിട്ട് ആ നമ്പർ നോക്കി. അവൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്ന ആ ഒരു നമ്പർ അവളുടെ വീട്ടിലെ ഉമ്മയുടേതാണെന്ന് തോന്നുന്നു. അതെ, മക്കളുടെ പേരൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, അനിയത്തിമാരുടെയും അവളുടെയും ഒക്കെ. എന്തൊക്കെ തന്നെയായാലും വീട്ടിലെ ഫോൺ ഉമ്മ ഉപയോഗിക്കുന്ന ഫോണായിരിക്കും. ഷെഫീഖ് ഉസ്താദ് ആ ഒരു വാട്സപ്പ് നമ്പർ തിരഞ്ഞു പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരുപാട് താഴേക്ക് ചെന്നപ്പോൾ ആ ചാറ്റ് അവിടെ തന്നെയുണ്ട്.
ഉസ്താദെ, നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെന്നറിയില്ല, എൻ്റെ മനസ്സിലങ്ങനെ തോന്നിപ്പോയി. അവളുടെ അന്നത്തെ ആ ഒരു കവിതകൾ അതെല്ലാം അതിലുണ്ടായിരുന്നു. ശരിക്കും എന്നെ ഒരു റോസാപ്പൂവിനോട് ഉപമിച്ചു കൊണ്ടുള്ള ആ ഒരു കവിത അവൾ എഴുതിയത് ഇതുവരെ കണ്ടിട്ടില്ല. അത്രക്കും പൂനിലാവ് പോലത്തെ മുഖമുള്ള ഒരാളെയും. അത് എൻ്റെ റോസാപുഷ്പമാണ്. ഒരു റോസാപ്പൂവിനോടാണ് ഞാൻ നിങ്ങളെ ഉപമിക്കുന്നത്. അങ്ങനെ ഓരോ കവിതകൾ എഴുതിയ ആ സമയത്ത് തന്നെ എനിക്ക് തോന്നിയിരുന്നു, റബ്ബേ, ഇങ്ങനെയൊക്കെ ഒരു പെണ്ണ് ഇത്രമാത്രമൊക്കെ എഴുതാൻ മാത്രം എന്താ ഇപ്പം എനിക്കുള്ളത് എന്നൊക്കെ. പക്ഷേ അന്നൊക്കെ ഞാൻ വിചാരിച്ചു അവൾക്ക് എന്നോട് കൂടുതൽ സ്നേഹമാണെന്ന്. പിന്നീട് അവൾക്ക് പറ്റിയ ആളെ കണ്ടപ്പോൾ അവൾ പതുക്കെ എന്നെ ഒഴിവാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ആ ദിവസം അവളുടെ ആ ഒരു മെസ്സേജുകൾ വായിച്ചുകൊണ്ട് അവൻ സങ്കടപ്പെട്ടു. എൻ്റെ ജെസ്സി, എന്നാലും നീ എന്നോടിത് ചെയ്തല്ലോ. പക്ഷേ അവളെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹം ഷഫീഖ് ഉസ്താദിൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ട് തന്നെ അവൻ ദീർഘമായി അവൾക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ജെസ്സി, എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷങ്ങളുമായി നീ കടന്നു വന്നു. എനിക്ക് ഇല്ലാത്ത സ്നേഹം, അതെ, അത് നിന്നിലൂടെ എനിക്കുണ്ടായി. എനിക്ക് നിന്നോട് പതുക്കെ ഇഷ്ടം തോന്നി. പക്ഷേ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഇപ്പോൾ നീ എന്നെ വല്ലാതെ അവഗണിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. ഞാൻ ഒരിക്കലും ശല്യമായിട്ട് വരില്ല നിൻ്റെ ജീവിതത്തിലേക്ക്. പക്ഷേ ഒരു ബ്രദർ എന്നുള്ള രീതിയിലെങ്കിലും നീ എന്നെ കാണണമെന്നില്ല. എൻ്റെ ഒരു വാക്കുകൾ നീ ഒന്ന് സ്വീകരിക്കണം. പിന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല കേട്ടോ. ഇന്ന് കാണുന്ന സന്തോഷം അതൊരു പക്ഷേ നാളെ ഉണ്ടാവില്ല. എന്തൊക്കെ തന്നെയാലും ശരിക്ക് ആലോചിച്ച് തീരുമാനമെടുക്കണം. എന്തൊരു കാര്യത്തിനും നീ ആ അമുസ്ലിം യുവാവിൻ്റെ കൂടെ നടക്കുന്നത്, അവനോട് ഇടപഴകുന്നത് ഞാൻ കാണാനിടയായി. പലരും അത് കാണാനിടയായിട്ടുണ്ട്. പക്ഷേ പലരും എന്നോട് പറഞ്ഞെങ്കിലും, ഹേയ്, അവൾ അങ്ങനെ ചെയ്യില്ല, അതും ഉസ്താദിൻ്റെ മോള് ജെസ്സി, അവൾ അങ്ങനെ ചെയ്യില്ല, ഹേയ്, അങ്ങനെയായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഒരിക്കൽ നാട്ടിൽ നിന്ന് ഞാൻ പള്ളിയിലേക്ക് വരുന്ന ആ ഒരു സമയം അവിടെ ബസ് ഇറങ്ങിയപ്പോൾ കണ്ട ആ ഒരു കാഴ്ച, ആ ഒരു ബസ് സ്റ്റോപ്പിൽ നീ രാജേഷുമായി കൊഞ്ചിക്കുഴയുന്ന ആ ഒരു കാഴ്ച കണ്ടെൻ്റെ ഹൃദയം പൊട്ടിപ്പോയിടി, സത്യമായിട്ടും. പക്ഷേ ഞാൻ നിന്നെ ഇപ്പോഴും വെറുക്കുന്നില്ല. ഞാൻ നിന്നോടൊരിക്കൽ കൂടി പറയാണ്, നീ മനസ്സിലാക്കി ചിന്തിച്ച് കാര്യങ്ങളിലേക്ക് കടക്കണം. ഒരിക്കലും പെട്ടുപോകരുത് ഒന്നിലും. അങ്ങനത്തെ ഹറാമുകളിലൊക്കെ പെട്ടുപോയാൽ പിന്നെ ഒരിക്കലും നിനക്കൊരു മോചനം ഉണ്ടാവില്ല. നിൻ്റെ ജീവിതം നശിക്കുന്നതിന് തുല്യമായിരിക്കടി. അതുകൊണ്ട് തന്നെ ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് നീ ആരോടും കൂട്ടുകൂടിയാൽ മതി. എന്നെ നിക്കാഹ് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒഴിഞ്ഞു തരാം. പക്ഷേ നീ എന്നെ വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ അവരെ നീ ഒരിക്കലും, അവൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും നീ പോകരുത്. എത്രയോ മുസ്ലിം ആളുകളുണ്ട്, ഇഷ്ടം പോലെ നല്ല സോലിഹായ ചെക്കന്മാരുണ്ട്. അവരെങ്കിലും നീ കല്യാണം കഴിക്കുകയാണ് നല്ലത്. അല്ലാതെ ഒരിക്കലും നിനക്ക് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്ന രീതിയിൽ അവൻ്റെ കൂടെ നീ പോകരുത്. എൻ്റെ ജെസ്സി, നിന്നോട് അല്പം കൂടി സ്നേഹം ഉണ്ടായിട്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഞാൻ നിന്നെ നിർബന്ധിക്കല്ല. പക്ഷെ അവൻ വേണ്ടട്ടോ, മോശമാണ്, ആൾ പറ്റ മോശമാണ്, എനിക്കറിയാം കുറേയൊക്കെ. ഒരിക്കലും നീ അവൻ്റെ കൂടെ പോവരുത്. നിന്നോട് അവൻ സ്നേഹം അഭിനയിക്കും, പക്ഷേ ഒരിക്കലും അത് യഥാർത്ഥമല്ല. കുറച്ച് ദിവസം മാത്രം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഉപേക്ഷിക്കും. അങ്ങനെ എത്ര കഥകൾ കേട്ടതാണ്. നമുക്ക് ഇസ്ലാമിൽപ്പെട്ട ഇഷ്ടം പോലെ നല്ല സോലിഹായ ചെക്കന്മാരുണ്ടാവുമല്ലോ, അവരോടൊപ്പം ജീവിക്കുന്നതിനൊക്കൂലടി. ഇതൊക്കെ വെറും അഭിനയം മാത്രമായിരിക്കും. അല്പമെങ്കിലും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഈ വാക്ക് എൻ്റെ ജെസ്സി ഒന്ന് എടുക്കണം. ഒരിക്കലും ഞാൻ നിന്നെ വിവാഹം കഴിക്കണം എന്ന് ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നിർബന്ധിക്കുന്നില്ല. വേണ്ട, നിൻ്റെ ഭാവിയെങ്കിലും നീ സുരക്ഷിതമാക്കണം. ഒരിക്കലും നീ അതിലേക്ക് ചെന്ന് ചാടരുത്. നിൻ്റെ പ്രിയപ്പെട്ട ഷഫീഖ് ഉസ്താദ്. വലിയൊരു പാരഗ്രാഫ് തന്നെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവൾ രക്ഷപ്പെടണമെന്ന കാര്യത്തിൽ പലതും എഴുതിക്കൊണ്ടാണ് ഉസ്താദ് അത് വിട്ടത്.
എന്നാൽ ഉമ്മയുടെ കയ്യിലായിരുന്നു ഫോണ്. ഉമ്മയുടെ കയ്യിലേക്കാണ് ആ ഒരു മെസ്സേജ് വന്നത്. ശരിക്കും ഉമ്മ ഞെട്ടിപ്പോയി. റബ്ബേ, എന്തൊക്കെയാണിത്? അവർ അത് വായിച്ചു തുടങ്ങി മുഴുവനായിട്ടും. എടി ജെസ്സിയെ, ഇവിടെ എന്നാ എന്താ? ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഈ ഫോണിലേക്ക്. പിന്നെ ഷെഫീഖ് ഉസ്താദാണെന്നാണ് പറഞ്ഞത്. അല്ല, ഷെഫീഖ് ഉസ്താദുമായിട്ട് നമ്മൾ ഏറെക്കുറെ വിവാഹം ഉറപ്പിച്ച് മട്ടാണ്. ഉപ്പാക്കും ഇഷ്ടമാണ്, അവനക്കും ഇഷ്ടമാണ്. പിന്നെ നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് സെറ്റായതാണ്. അല്ല, പിന്നെ നീ എന്താ അതിനിടയിൽ വേറെ ആരെങ്കിലും കൂടെ പോകാനോ എന്തിനേയും പ്ലാനുണ്ടോ? പറയടി. ആ ഉമ്മ അന്നവളോട് അത് പറഞ്ഞു. ആരാണിത് പറഞ്ഞത്? ഷെഫീഖ് ഉസ്താദേ, ഇതാ മെസ്സേജ് കണ്ടോ? നീ അതിനു മുമ്പ് അയച്ച മെസ്സേജൊക്കെ ഞാൻ കണ്ടല്ലോ. നീ എന്തിനാ ഉസ്താദിനോട് ഇഷ്ടമാണ് അങ്ങനെയാണൊക്കെ പറഞ്ഞത്? അങ്ങനെ ചതിക്കാൻ പാടുണ്ടോ ആൾക്കാരെ? അവളായിട്ട് തന്നെ ഓരോന്ന് എഴുതെടുത്ത് ഓരോ കവിതകളും എന്തൊക്കെയാണ് ഇതിൽ ഒക്കെ ഈ എഴുതിയത് തന്നെയല്ലേ? ഒന്നും ക്ലിയർ ചാറ്റ് ചെയ്തിട്ടില്ല, മറന്നതായിരിക്കും അല്ലേ? അല്ലെങ്കിൽ അതൊക്കെ എപ്പോഴോ. അവളാകെ ഒരു നിമിഷം ഞെട്ടിപ്പോവുകയാണ്. അത് ഞാൻ വെറുതെ തമാശക്ക് എഴുതിയതാണ്. തമാശക്കായാലും ഒരാൾക്കാരോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? എന്നിട്ടിപ്പോൾ എന്താ? ഇതിപ്പോൾ എന്താ? ഇതിൻ്റെ പൊരുൾ എനിക്കൊന്ന് മനസ്സിലാണ്. ഇവിടെ ഇരിക്കേ. ഈ ഉമ്മ എന്താ ഇങ്ങനെ പറയുന്നത്? എപ്പോഴും ഉപദേശിച്ച്. അല്ല ജസീന, നിനക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. മുഖമക്കര ധരിച്ച് പോയിരുന്ന നീ ഇപ്പോൾ കഴുത്തിൽ ഷാൾട്ട് കൊണ്ടാണ് പോകുന്നത്. കഴുത്തും പുറം കാണുന്ന ഡ്രസ്സും കാര്യങ്ങളും പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. ഞങ്ങളെ മുമ്പ് നിന്ന് തട്ടിടും, അവിടുത്തെ കഴിച്ചിടും. അങ്ങനെയൊക്കെയല്ലേ? പഠിച്ചവനെ, എന്തൊരു വിദ്യയാണത്. മോളെ പറയുന്ന കേക്ക്. ആ ഉസ്താദിൻ്റെ ഒരു ഉപദേശം കേട്ടിട്ടെങ്കിലും ഈ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്ക്. അല്ല, നിനക്ക് ഏതാ മുസ്ലിം ആൾക്കാരോട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉമ്മ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിംസ് ഹിന്ദുസൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫ്രണ്ട്ഷിപ്പാണ്. ഈ ജാതി മതം തമ്മിലുള്ള ഈ മാറ്റം വരുന്നത് തന്നെ വലിയൊരു കേടാണ്. ഇങ്ങനൊന്നും പാടില്ല കേട്ടോ. മതസൗഹാർദ്ദം വേണം. പെണ്ണെ, മതസൗഹാർദ്ദമാകാം, പക്ഷേ ആണുങ്ങളുടെ കൂടെയുള്ള മതസൗഹാർദ്ദം അതത്ര നല്ലതല്ല. പെൺകുട്ടികളുടെ കൂടെ നിങ്ങൾക്ക് കൂട്ടുകൂടണമെന്നും വല്ലത് ഞാൻ പറയണില്ല. പക്ഷേ ഈ ഒരു ആണുങ്ങളോട് മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? ജസീന, നീ ആലോചിച്ച് തീരുമാനിച്ചിട്ടോ? ആ ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടില്ലേ? സാരല്ല, സ്വാലിഹായ ഭർത്താവിനെ കിട്ടാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവില്ല എന്ന് കൂട്ടിയാൽ മതി. ഈ ഷെഫീഖ് ഉസ്താദ് എന്തൊരു സാധനമാണിപ്പോൾ. ഉമ്മാൻ്റെ ഫോണൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചാൽ എന്താന്നല്ല ഞങ്ങളെങ്ങനെയാണ് ജീവിക്കണേ? അയാളിപ്പോൾ എന്തിനാണ് നോക്കണത്? എനിക്ക് നല്ല അടിപൊളിയായി ജീവിക്കണം, അതാണ് എനിക്കിഷ്ടം. അല്ലാതെ ഷെഫീഖ് ഉസ്താദിനോട് നല്ല പകയുണ്ടായിരുന്നു ജസീനക്ക്. ഇപ്പോൾ വീട്ടിൽ അറിയിച്ചെന്ന് തോന്നുന്നു. നല്ല ഹാപ്പിയായി നല്ല രീതിയിൽ പോവുമായിരുന്നു. എന്താണിപ്പോൾ ചെയ്യുക? പിറ്റേന്ന് കോളേജിലേക്ക് പോകുമ്പോൾ കുറച്ച് രാവിലെ തന്നെ അതാ അവൾ ഇറങ്ങുന്നു. ഉമ്മ ചോദിച്ചു, അല്ല മോളെ, എന്താ അത്ര ഇന്ന് നേരത്തെ പോകുന്നത്? ഒന്നുമില്ല, ഒരാളെ കാണാണ്ട്. കുട്ടിയെ നല്ലോണം ശ്രദ്ധിക്കട്ടെ. പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു പളുങ്ക് പാത്രം പോലെയാണ്. അത് നിലത്ത് വീണാൽ പൊട്ടിപ്പോകും, പിന്നെ ഒന്നിനും പറ്റില്ലത്. അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൊണ്ട് നടക്കണം. മോളെ, ഉപ്പാൻ ആലോചിച്ചിട്ടെങ്കിലും എൻ്റെ കുട്ടി തെറ്റിക്കൊന്നും പോവല്ല കേട്ടോ. എൻ്റെ ഉപ്പ ഒരു ഉസ്താദാണ്, അത് ഈ മറക്കണ്ട. ഉസ്താദ്, എല്ലാ ഉസ്താദും പാവങ്ങളൊന്നല്ല. അസൂയക്കാരൻ ഷെഫീഖ് ഉസ്താദ്. ഞാൻ എങ്ങനെ ജീവിക്കണേ? ഓനിപ്പോൾ എന്താ നോക്കണത്? മോളെ, ഈ എന്താ ഓനെ ചീത്തരാൻ പോകണോ? അല്ല, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. മോളെ, ഇനിയിപ്പോൾ എൻ്റെ പഠിപ്പ് നിർത്തേണ്ടി വരും തോന്നുന്നുണ്ട്. എൻ്റെ ഈ സ്വഭാവം. ഉമ്മങ്ങളൊന്നും മിണ്ടാതെക്കുമോ? മനുഷ്യന് ഒരു സ്വസ്ഥത തരൂല. അവൾ നേരെ ചെന്നത് അത് ഷെഫീഖ് ഉസ്താദിൻ്റെ ആ ഒരു പള്ളിയുടെ ആ ഒരു ഭാഗത്തേക്കായിരുന്നു. അവിടെയുള്ള ഒരു ഉസ്താദിനോട് അവൾ പറഞ്ഞു, ഷെഫീഖ് ഉസ്താദിനെ വിളിക്കുമോ? അദ്ദേഹം ഏറെക്കുറെ അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നു സക്കീർ ഉസ്താദിന്. കാരണം എല്ലാ കാര്യങ്ങളും ഷെഫീഖ് ഉസ്താദ് പറഞ്ഞതുകൊണ്ട് തന്നെ. എടാ, അതാ ഈ കെട്ടാൻ പോണ പെണ്ണ് എൻ്റെ ബീവിത വന്നിക്കണ്. എന്ത്? ഷെഫീഖ് ഒരു നിമിഷം സന്തോഷിച്ചു. എന്താടാ പറയുന്നത്? നിന്നെ വിളിക്കുന്നടാ. പഠിച്ചവനെ, എൻ്റെ ഉപദേശം കേട്ടെന്ന് തോന്നുന്നു. എന്താന്നാവോ? അപ്പോഴും വളരെയധികം പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ഉസ്താദ് എന്താണ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അതാ അവരുടെ അടുത്തേക്ക് വരുന്നു. ജെസ്സി, എന്തായി? ഉസ്താദേ, നിങ്ങൾ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടണ്ട കേട്ടോ.
നിങ്ങൾക്കെന്ത് ഇത്ര അസൂയ? എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം, ഞാനല്ല തീരുമാനിക്കല്. നിങ്ങൾ വലിയൊരു മെസ്സേജൊക്കെ എഴുതി വിട്ടിട്ട് എൻ്റെ ഉമ്മ വായിച്ചിട്ട് ഉമ്മ എന്നെ ചീത്ത പറയേണ്ട ഒരുപാട്. ഇതൊന്നും പാടില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ചേർന്നതാണോ? ജെസ്സി, ഞാൻ നിൻ്റെ ഭാവി ആലോചിച്ചിട്ട് എൻ്റെ ഭാവി ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങളൊരിക്കലും തീരുമാനിക്കേണ്ട ഒരു ആവശ്യമില്ല. ജെസ്സി മോളെ, ഞാൻ നിന്നോട് രാവിലെ ഞാൻ നിന്നോട് പറയണം വിചാരിച്ചതാണ്. പക്ഷേ നീ അതൊക്കെ ഞാൻ പറഞ്ഞെന്ന് മാത്രം, അല്ലാതെ എനിക്ക് എന്താ. ഉസ്താദേ, നിങ്ങളെ നിലക്ക് ഇവിടെ നിന്നോളി. നിങ്ങളോട് ഒരിക്കലും ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞെന്ന് വിചാരിച്ചിരുന്നു അത് മനസ്സിൽ വെച്ച് നിൽക്കണ്ട. എനിക്ക് എൻ്റെ പഠനവും ഒക്കെ മാറുന്നതനുസരിച്ച് എനിക്ക് ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകും. അന്ന് +2 പഠിക്കുന്ന സമയത്ത്, +1 പഠിക്കുന്ന സമയത്ത് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അതിങ്ങനെ ആലോചിച്ച് നിൽക്കണോ? ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ നിങ്ങളോട് ഇഷ്ടമല്ല കേട്ടോ, അത് താല്പര്യമേ ഇല്ല. അതങ്ങോട്ട് ഒഴിവാക്കിക്കണം ഞാൻ. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ പിന്നാലെ നിങ്ങൾ നടക്കരുത്. ഒരിക്കലും നിങ്ങളെ വിവാഹം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതുമല്ല, എനിക്കിഷ്ടപ്പെട്ടൊരു ചെക്കനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ജെസ്സി, അത് മോളെ വേണ്ട. ഹിദായത്ത് നഷ്ടപ്പെടും മോളെ. ആ ഉസ്താദ് വീണ്ടും പറയുന്നു. ഉസ്താദേ, നിങ്ങളെ ഹിദായത്ത് നോക്കിയാൽ മതി. എൻ്റെ ഹിദായത്ത് ഞാൻ നോക്കിക്കോളാം. ദയവായി എന്നെ നിങ്ങൾ ഇനി ബുദ്ധിമുട്ടിക്കാൻ വരരുത്. എനിക്കിഷ്ടമല്ല അതൊട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒരു പുച്ഛത്തോടെ തിരിഞ്ഞു നടക്കുകയായിരുന്നു. അവളുടെ ആ ഒരു വാക്കുകൾ കേട്ട് അതാ ഉസ്താദ് പൊട്ടിക്കരയുകയാണ് ചെയ്തത്. എന്നാൽ ഇതെല്ലാം മറ്റൊരാൾ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല, ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സക്കീർ. പെട്ടെന്ന് ഉസ്താദിൻ്റെ തോളിൽ ഒരു കൈകൾ പതുക്കെ വന്നു. എടാ സാരല്ല. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സക്കീർ ഉസ്താദ്, എല്ലാം കേട്ടിട്ടുണ്ട്. എടാ നീ, അതെടാ ഞാനെല്ലാം കണ്ടു കേട്ടു. നീ വിട്ടുകളാ. നിന്നെക്കൊണ്ട് കഴിഞ്ഞ രീതിയിലുള്ള ഉപദേശം നീ കൊടുത്തു. ഇനി വേണ്ട. ഒരിക്കലും നമ്മൾ നന്നാവില്ലെന്ന് വിചാരിക്കുന്ന ഭാഗം പിന്നെ നന്നാക്കാൻ നടക്കരുത്. അതങ്ങോട്ട് ഒഴിഞ്ഞു പോയിക്കോട്ടെ. അതായിരിക്കും നല്ലത്. അവൾക്ക് അവളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അത് നടന്നോട്ടെ. അല്ലടാ, പാവപ്പെട്ട മാതാപിതാക്കളെങ്കിലും ആലോചിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. ഒരിക്കലും എന്നെ വിവാഹം കഴിക്കണമെന്ന് അവളോട് ഞാൻ നിർബന്ധിക്കുന്നില്ല. അത് അവളുടെ ഇഷ്ടമാണ്. പക്ഷേ ആ മാതാപിതാക്കളുണ്ടല്ലോ, പാവപ്പെട്ട ആ മാതാപിതാക്കൾ, ഇവളെങ്ങാനും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവൻ്റെ കൂടെ എങ്ങാനും പോയി കഴിഞ്ഞാൽ ആ മാതാപിതാക്കളുടെ സ്ഥിതി എന്തായിരിക്കും? അതും കൂടി ഒന്ന് ആലോചിക്കണ്ടേ? ഞാൻ പറഞ്ഞത്, ഇഷ്ടം പോലെ സ്വാലിഹായ എത്രയോ ചെക്കന്മാരുണ്ട്. ഒരു മുസ്ലിമായ ഒരുത്തനെ കണ്ടുപിടിച്ച് ഒന്ന്, അതല്ല നല്ലത്. സാരല്ല ഷെഫീഖ്, വാ, നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. നിന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നീ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നീ അങ്ങനെ പറഞ്ഞ് അവളെ വശമാക്കേണ്ട. നമ്മുടെ ബാധ്യത നമ്മൾ തീർത്തു. അതായത് സമൂഹത്തിൽ എന്തെങ്കിലും തെറ്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആലിമ്യങ്ങളായ നമ്മൾ പഠിക്കുന്നവരൊക്കെ നമ്മൾ അത് തെറ്റ് തിരുത്തുന്നത് നല്ലതാണ്. പക്ഷേ ഇതിപ്പോൾ 2-3 തവണയായില്ലേ നീ ഇങ്ങനെ. അപ്പം ഇനി അതിനേക്ക് നിൽക്കരുത് കേട്ടോ. ഇനി നിൽക്കരുത്. കഴിഞ്ഞു. നീ മെസ്സേജായിട്ട് അയച്ചു, അതുപോലെ തന്നെ നേരിട്ട് പറഞ്ഞു. നിന്നെ പുച്ഛത്തോടു കൂടി അവൾ എന്താ പറയുക, അത്രക്കും ഒരു വലിച്ചെറിയുന്ന രീതിയിലാണ് അവൾ നിന്നെ കളിയാക്കിയിട്ട് അങ്ങനെ പോയത്. ഇനി ഷെഫീഖ് ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. സക്കീർ ഉസ്താദിൻ്റെ തോളിൽ കിടന്ന് ഷെഫീഖ് ഉസ്താദ് പൊട്ടിക്കരയുകയായിരുന്നു. ഇല്ല ഉസ്താദെ, മനസ്സിലങ്ങോട്ട് പതിഞ്ഞു പോയ മുഖമാണ് അവളുടെ. പക്ഷെ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊരിക്കലും. അതൊന്നും സാരല്ല. സക്കീർ ഉസ്താദ് അതാ ഷെഫീഖ് ഉസ്താദിനെ ആശ്വസിപ്പിക്കുന്നു. സാരല്ലടാ, നമുക്ക് ഇൻഷാ അല്ലാഹ് അതിനേക്കാൾ ഹൈറായത് എത്ര കിട്ടും. എടാ എനിക്കത് മാത്രമല്ല, അവളുടെ ഭാവി നഷ്ടപ്പെടും, ഹിദായത്ത് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് അവളെ ഞാൻ വീണ്ടും ആ ചെക്കൻ്റെ കൂടെ ആ ബസ് സ്റ്റോപ്പിലേക്ക് ഇരുന്ന് എത്ര സമയമാണെന്നോ. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നെ കണ്ടപ്പോൾ അവളുടെ മുഖം തിരിക്കുകയാണ് ചെയ്തത്. എടാ, വല്ലതൊക്കെ സംഭവിക്കുന്നേ എനിക്ക് തോന്നുകയാണ്. അവളുടെ ഹിദായത്ത് നഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ കഴിയില്ലടാ. അത്രക്കും സങ്കടത്തോടെയായിരുന്നു ഷെഫീഖ് ഉസ്താദ് അന്ന് കഴിച്ചു കൂട്ടിയത്. ആ കഥയെല്ലാം അതാ അവൾ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഞാനെന്ന ഉസ്താദിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട.
എൻ്റെ ഇഷ്ടം തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ പിറകെ എത്ര നടന്നിട്ടും കാര്യമില്ല. എടി മോളെ, ഞാൻ ഒരിക്കലും നിൻ്റെ പിറകെ നടക്കാനല്ല. നിൻ്റെ ഹിദായത്ത് നഷ്ടപ്പെടരുത്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ അല്ലെങ്കിൽ എത്രയോ നല്ല സോലിഹായ ചെക്കന്മാരുണ്ടാവും, അവർ കല്യാണം കഴിച്ചാൽ പോരെ നിനക്ക്? പ്ലീസ് ജെസ്സി, നീ ഒന്നിലും ചതിയിൽ ചെന്ന് ചാടരുത്. ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഞാനായിട്ട് തെറ്റിലേക്ക് എടുത്തു ചാടി. ഇപ്പോഴിതാ ഞാൻ അനുഭവിക്കുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് ഇവിടെ ജീവിക്കേണ്ട ഒരവസ്ഥയാണ് വന്നത്. അതും കാഫിറായ ഒരാളുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട്. എൻ്റെ റബ്ബേ, ഞാൻ എന്തൊരു പാപിയാണ്, ദോഷിയാണല്ലോ. ആ ഉസ്താദിനെ കണ്ടാൽ കാല് പിടിച്ച് മാപ്പ് പറയാമായിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി ഉസ്താദെ, എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ വഴിയായിരുന്നു നല്ലതെന്ന് ഞാൻ എപ്പോഴും ഓർത്തില്ല. അവൾ വിതുമ്പി കരഞ്ഞുകൊണ്ടിരുന്നു. ഉസ്താദിനെ കണ്ടിരുന്നെങ്കിൽ, എൻ്റെ എല്ലാ പ്രയാസങ്ങളും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം... ഇല്ല, അയാളോട് പറഞ്ഞിട്ടുണ്ട് മേലിൽ എൻ്റെ പിന്നാലെ നടക്കരുത്, എന്നെക്കുറിച്ച് ചിന്തിക്കരുത്, എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത്. അതുകൊണ്ട് പാവം അദ്ദേഹം ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും. അയാൾ പറഞ്ഞു, നീ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലും സ്വാലിഹായ ആളുകളെ നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അതെല്ലാം ഞാൻ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് രാജേഷ് എന്ന ആ ഒരു കാട്ടാളിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചു. എനിക്ക് തോന്നി ജീവിതത്തിൽ ഏറ്റവും വലിയ സുഖം അത് രാജേഷിൻ്റെതാണെന്ന്, അത് അവൻ്റെ കൂടെ ജീവിക്കുമ്പോഴാണെന്ന്. പക്ഷേ ഒരു മാസം നീണ്ടു നിന്നില്ല. അതിനു മുമ്പ് തന്നെ തുടങ്ങി പ്രഹരങ്ങളും കുറ്റപ്പെടുത്തലുകളും. പിന്നെ സ്വന്തം ഭാര്യയെ സ്വന്തം മുതലാളിക്ക് വിൽക്കുന്ന പണക്കൊതിയൻ. അതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വന്നു. ഇപ്പോൾ ഒളിച്ചും പാത്തും കഴിയുന്നു. പുറത്ത് കണ്ടാൽ വേട്ടയാടും, കൊണ്ടുപോകും. തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് അയാൾ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയുന്നില്ല ഞാൻ എങ്ങോട്ട് പോകും എന്നുള്ളത്. എന്നും ഈ ഒരു വീട്ടിൽ നിൽക്കുന്നത് അതൊരിക്കലും വേണ്ട. അവരെ ബുദ്ധിമുട്ടിക്കലല്ലേ, വേണ്ട. ഷഫീഖ് ഉസ്താദ്, എനിക്ക് തൗബ ഉണ്ടാവുമോ എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ അത്രക്കും അന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന് ചീത്ത പറഞ്ഞു വിട്ടതാണ്. ഒരിക്കലും എനിക്ക് അങ്ങയുടെ മുഖത്ത് നോക്കാൻ തന്നെ ഉള്ള യോഗ്യതയില്ല. അത്രക്കും പാപിയാണ്, ദോഷിയാണ് ഞാൻ. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഷഫീഖ് ഉസ്താദ് ഇവളുടെ അവസ്ഥ അറിയുമ്പോൾ, ഇവളെ തിരിച്ചറിയുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം? ഏത് രീതിയിലായിരിക്കും ഷഫീഖ് ഉസ്താദ് ഇനി അവളെ കാണുക? അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കും ഇങ്ങനെ ഒരു ഗതി വരാതിരിക്കട്ടെ. അങ്ങനെ അഥവാ പെട്ടുപോയാൽ പിന്നെ അവരുടെ ജീവിതം ഇത്രമാത്രം ബുദ്ധിമുട്ടുള്ളതായി തീരും. പടച്ച റബ്ബ് എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാ അല്ലാ.